ഇനിയൊന്നും ഓം പരമാത്മ സമാധിയായി. ഞാനൊരു അമ്മയാണ്, പക്ഷെ ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിക്ക് 2 ആഴ്ചയും പോലും ആവാത്ത കുട്ടീനെ 12 വർഷം കഴിഞ്ഞിട്ട് അവര് ഇങ്ങനത്തെയൊക്കെ പറയുമ്പോൾ നമുക്ക് ആൾക്കാർ അങ്ങനെ പലതും പറയും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിജയ് മാധവനെയും അതോടൊപ്പം തന്നെ ദേവിക നമ്പ്യാറിനെയും. ഇവർ രണ്ടുപേരും സെലിബ്രിറ്റികളാണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് ഒരു യൂട്യൂബ് ചാനലുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഒരു വിവാദം സൃഷ്ടിക്കുന്ന രീതിയിൽ ഒരു സംഭവം നടന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് ഇവരൊരു പേരിട്ടു. ആ പേരാണ് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചത്. അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ മൊത്തം ചർച്ചയാണ്. എന്തുവാണടപ്പോൾ ഒരു പേരിട്ടപ്പോൾ ഇത്രമാത്രം പ്രശ്നമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേര് തന്നെയാണ് ഇതിൻ്റെ അകത്തെ വിഷയം. ഓം പരമാത്മ എന്നാണ് ആ കുഞ്ഞിന് ഈ വിജയ് മാധവ് ആ കുഞ്ഞിന് പേരിട്ടത്. ഈ വിജയ് മാധവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയ സ്റ്റാർ സിംഗറിൽ കൂടെയൊക്കെ പ്രശസ്തരായിട്ടുള്ള ഒരു പാട്ടുകാരനാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ഈ ദേവിക നമ്പ്യാർ എന്ന് പറയുന്ന പുള്ളിക്കാരി ഒരു സീരിയൽ നടിയാണ്. അതോടൊപ്പം തന്നെ ആങ്കർ കൂടിയാണ്. അപ്പോൾ ഇവർ ഇങ്ങനത്തെ ഒരു പേര് സെലക്ട് ചെയ്ത സമയത്ത് സോഷ്യൽ മീഡിയ ആകെപ്പാടെ എടാപ്പ നിനക്കൊന്നും ബുദ്ധിയില്ലേ, ഇങ്ങനത്തെ പേരാണോ നീ കുഞ്ഞിനിടുന്നത്, ആ കുഞ്ഞൊന്ന് വളർന്നു വരുന്നു കഴിയുമ്പോൾ അതെങ്ങനെ ആ പേര് ഉച്ചരിക്കും, അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ എങ്ങനെ മറ്റുള്ളവർ വിളിക്കും, ഓം പരമാത്മ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിന് പേരിടാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇവരുടെ കമൻറ്റ് ബോക്സിൽ മൊത്തം നിറഞ്ഞത്. ഇവർക്ക് ആദ്യം ജനിച്ചത് ഒരു ആൺകൊച്ചാണ്. ആൺകൊച്ചിന്റെ പേരിട്ടത് ആത്മജ എന്ന് പറഞ്ഞൊരു പേരാണ് ഇട്ടത്. ആ പേരിട്ട അന്നും ഇതുപോലെ തന്നെയായിരുന്നു. എന്ത് പേരാണെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അവരുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ രംഗത്തെത്തിയത്. ഈ പേരിട്ടത് വിജയ് മാധവാണ്. എന്തായാലും അദ്ദേഹം പറയുന്ന കാര്യം ഒന്ന് കേട്ടു. ഡിസോർഡർ ആണ്, മുഴുപ്രാന്തനാണ്. ഞാൻ എൻ്റെ കുട്ടികളെ മോശമായ രീതിയിൽ ചീത്ത വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് പേരിട്ട് കളിക്കുന്നു. ഇതിൻ്റെ അകത്ത് ദേവിക എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ ഭാര്യയില്ലേ, ഭാര്യയ്ക്ക് വലിയ റോളില്ല എന്നാണ് ഇവരുടെ കമൻറ്റ് ബോക്സിലെല്ലാം വരുന്നത്. കാരണം ഈ പേര് സെലക്ട് ചെയ്തതും വിജയ് മാധവാണ്. വിജയ് മാധവ് എന്തോ ഒരു സൈക്കോയാണ് എന്ന രീതിയിലാണ് കമൻറ്റ് ബോക്സിൽ മൊത്തം വരുന്നത്. ഈ പുള്ളിക്കാരൻ എവിടെയെങ്കിലും ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അത് ഇന്ന കാരണം കൊണ്ടാണ് എന്നുള്ള ഒരു അന്ധവിശ്വാസവും പുള്ളിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ കൊച്ചിന് പേരിട്ടത് എന്ന ഒരു ചിന്താഗതിയിലൂടെയാണ് കമൻറ്റ് ബോക്സിൽ മൊത്തം ഉള്ളത്. ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടവരെല്ലാം ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഇവിടെ ഈ പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് മൊത്തം സൈബർ ബുള്ളിങ് നടന്നു. ആ പുള്ളിക്കാരി പറയുന്നത് കുഞ്ഞുങ്ങൾക്കെതിരെ സൈബർ ബുള്ളിങ് നടന്നു എന്ന രീതിയിലാണ് ചർച്ച വരുന്നത്. പക്ഷേങ്കിൽ കുഞ്ഞുങ്ങളെ ആരും ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് മൊത്തം ഇവരെ രണ്ടുപേരെയുമാണ്. കുഞ്ഞുങ്ങൾക്ക് പേരിട്ട ഇവരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരെന്തിനാണ് ഇങ്ങനത്തെ ഒരു പേരിട്ട എന്നൊരു ചോദ്യമാണ് എല്ലാവരും ചോദിച്ചിരിക്കുന്നത്. അതും ഈ പറയുന്ന ദേവികയല്ല, ഈ പറയുന്ന ഈ വിജയിയാണ് ഈ പേരിട്ടത്. അതുകൊണ്ട് തന്നെ വിജയോടാണ് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത്. ഈ പറയുന്ന ദേവികയ്ക്ക് ഇതിനകത്ത് റോളില്ല, ദേവിക ഒന്നും സംസാരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇവരൊരു മാഷ്, താങ്കൾ എന്നൊക്കെയാണ് സംസാരിക്കുന്നത്. ഇവർക്കൊരു ഒത്തൊരുമയില്ല എന്നൊക്കെ രീതിയിലാണ് കമൻറ്റ് ബോക്സ് വരുന്നത്. അതൊക്കെ അവരുടെ കാര്യമാണ്, അവരുടെ ലൈഫാണ്, അവരെന്ത് വേണേലും ചെയ്തോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതൊക്കെ അവരെ ഡിപ്പെൻഡ് ചെയ്തുള്ള കാര്യം. ഇപ്പോൾ പേരിട്ടതും അവർക്ക് അവരുടെ കുഞ്ഞിനെ എന്ത് വേണേലും പേരിടാം. പക്ഷേ ഇങ്ങനത്തെ ഒരു പേരിടുമ്പോൾ അത് കുഞ്ഞിനെ ബാധിക്കും. ആ കുഞ്ഞിനെ മറ്റുള്ളവർ കളിയാക്കുമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഓം പരമാത്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേരും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കുഞ്ഞിനെ കളിയാക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന ഓരോ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇട്ടിരിക്കുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ട് അവർ പറഞ്ഞു കൊടുക്കുന്നത് അതൊന്നും മനസ്സിലാക്കാതെ ചുമ്മാ പറയുക. മേലാതിരിക്കുമ്പോൾ താങ്കളെ നിർബന്ധിച്ച് തെറി പറഞ്ഞു കൊണ്ടുവന്നിരുത്തി വീഡിയോ ചെയ്യിപ്പിക്കുന്നു. ഇതൊക്കെ സ്നേഹം കൊണ്ടാണോ പറയുന്നത്? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമ്മളിത് ഇപ്പം കുറേ ഇപ്പം ആത്മജയുടെ ജനനം മുതൽ അല്ലെങ്കിൽ ആത്മജയുടെ പേരിട്ടത് മുതലാണ് ഈ ബുള്ളിങ് എന്ന് പറഞ്ഞ സാധനം നമ്മളുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മളുടെ ചാനലിലോട്ട് ഏറ്റവും കൂടുതലായിട്ട് വന്നു തുടങ്ങി. പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ബുള്ളിങ് ആണ്. അത് നമുക്കൊരു ദേഷ്യം കാണും. കാരണം നമ്മൾ ഇത്രയും പറഞ്ഞിട്ടും പുള്ളി കേൾക്കുന്നില്ലല്ലോ. അതെ, പക്ഷേ എന്നുള്ളൊരു ദേഷ്യം കാണും. അതെ, അപ്പം കുട്ടീനെ വരെ കുട്ടിക്ക് ഓരോ കുട്ടികൾ ഓരോ രീതികളാണ്. ഞങ്ങളെ കുട്ടി ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 9 മാസം വളർച്ച കുറവായിരുന്നു, പിന്നെ വളരുന്നുണ്ട്. അതിനാ കുട്ടിക്ക് പറയാൻ പറ്റാത്തത്ര അസുഖങ്ങളും എന്തൊക്കെയൊക്കെയോ പറഞ്ഞു ആത്മജനെ. അതൊക്കെ വിട്ടു. കാരണം അറിയില്ലല്ലോ. കാരണം നിങ്ങൾ കാണുന്നത് നമ്മളുടെ ലൈഫിൽ ഒന്നെങ്കിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ വീഡിയോ മാത്രമാണ് കാണുന്നത്. അപ്പോഴും ഞാൻ കേൾക്കുന്നുണ്ട് ഈ സൈക്കോ. ഞാൻ കളിയാക്കുമായിരുന്നു പണ്ടൊക്കെ, സൈക്കോ ജമ്മി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ കളിയാക്കുമായിരുന്നു. അല്ല, താങ്കളോട് തന്നെ എന്നെ പരിചയമുള്ള വേറെ ചില കല്യാണത്തിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്രാന്തനെയാണ് കല്യാണം. സൈക്കോ അല്ലേ? സൈക്കോ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും പോണ വഴിയിൽ നിന്ന് ഒരു ഇത്തിരി മാറി ഒരാൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവന് വട്ടാണെന്ന് പറയും അല്ലേ? നാച്ചുറലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ എന്നെ ഇത് ബാധിക്കത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഈ വീഡിയോ തന്നെ ഞാൻ ചെയ്തതിൻ്റെ റീസൺ താങ്കൾ ഞാൻ പറഞ്ഞു ഇതൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ താങ്കൾക്ക് അറിയാമല്ലോ ഞാൻ സൈക്കോ ആണോ, ഞാൻ താങ്കളെ ബഹുമാനിക്കുന്നില്ലേ? ഞാൻ ദേവികനെ ബഹുമാനിക്കും. എടി വാടി പോടി എന്ന് പറഞ്ഞാൽ വിളിക്കണം. അതിൻ്റെ ആവശ്യമില്ല. അവരൊരു ആർട്ടിസ്റ്റാണ്, അവരുടെ ഐഡൻറ്റിറ്റിയെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ നമ്മൾ നമ്മുടെ പേഴ്സണൽ സ്പേസിൽ നമ്മൾ പലതും സംസാരിക്കും.
ഞാൻ ഇത്രയും കോലാഹലം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഫോൺ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ഒന്നുമില്ല. ഇന്നലെ യാദൃശ്യവശാൽ എൻ്റെ അമ്മയുടെ ഫോൺ എന്തോ കുട്ടി കറിഞ്ഞപ്പോൾ ഞാൻ ഓഫാക്കാൻ പോയപ്പം ഒരു വീഡിയോ കണ്ടു. ഞാൻ വീഡിയോ നോക്കാൻ പോയില്ല. കമൻസ് ഞാൻ വായിക്കാത്ത ആളാണ്. ഞങ്ങളുടെ കമൻസ് ഞാൻ വായിക്കാറില്ല. കാരണം എനിക്കെന്തോ മാഷ് എല്ലാം ഇരുന്ന് വായിക്കും, ഞാൻ അങ്ങനെ കമൻസ് വായിക്കില്ല. കാരണം ചെറിയ വാക്കുകൾ എനിക്ക് ഹേർട്ട് ചെയ്യരുത് എന്നുണ്ട് എന്നെ. അപ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്നലെ ഞാനത് കണ്ടിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഈ നിമിഷം വരെ എനിക്ക് എങ്ങനെ പറയണം, സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകളോട് പറയാനറിയില്ല. ഇപ്പം നമ്മൾ ഇഷ്ടമുള്ള അച്ഛനും അമ്മേനെയും ഭർത്താവിനെയും നിങ്ങൾക്ക് ആർക്കും, നിങ്ങളുടെ ഇപ്പോൾ എത്ര ഭർത്താവ് മോശമാവട്ടെ, ഒരാൾക്കും ഇഷ്ടമായിരിക്കില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യനെ മോശം പറയുന്ന ഇഷ്ടമായിരിക്കില്ല. പിന്നെ നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത് ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. കാരണം ഇവർ പറഞ്ഞത് ശരിയാണ്. സ്വന്തം ഭർത്താവിനെ സൈക്കോ എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാണ് ഏതൊരു ഭാര്യയ്ക്കും അതങ്ങോട്ട് അംഗീകരിച്ച് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതി തന്നെയാണ്. അത് തന്നെയാണ് നമുക്കും പറയാൻ പറ്റുന്നത്. ഒരാൾ എല്ലാവരും പോയിട്ട് ഭർത്താവ് സൈക്കോയാണ് എന്ന രീതിയിലുള്ള കമൻറ്റുകളൊക്കെ വരുമ്പോൾ അത് വായിക്കുന്ന ഒരു അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അവർക്ക് ഇത് കൊള്ളും. അത് ഇവിടെ ഈ പറഞ്ഞ ദേവിക പറഞ്ഞ കാര്യം കറക്റ്റ് തന്നെയാണ്. അതിനോട് നമ്മൾ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട്. ഈ പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഡെഫിനറ്റ്ലി നമ്മൾക്ക് എന്തും കേൾക്കാനുള്ള ബാധ്യതയുണ്ട്. പക്ഷേ അതിനൊരു മയൊക്കെ ആവാം. എന്തും കേൾക്കാനുള്ള ഇതില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എന്നെ എന്ത് വേണം പറഞ്ഞു. പക്ഷേ ചില കമൻസുകളൊക്കെ വരുമ്പം ഈ കമൻറ്റ് എഴുതിയവർ വിചാരിക്കരുത് ഞാൻ നിങ്ങളോട് മോശമായിട്ട് പറയുന്നതല്ല. എനിക്ക് കമൻറ്റിൽ വന്നിട്ട് ദേവികനെ അവൾ, എടി, പെണ്ണ്, അവൾ അങ്ങനെയൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നെ പറഞ്ഞു, അച്ഛനും അമ്മക്കും ഒഴിച്ച് എന്നെ എന്ത് വേണം പറഞ്ഞു. കാരണം എന്നെ ഒന്നും ബാധിക്കത്തില്ല. പക്ഷേ വൈഫിനെയും പിന്നെ പിള്ളേരെയും ഒക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. വളർന്ന് സ്കൂളിൽ ചെല്ലുമ്പോഴും കോളേജിൽ ചെല്ലുമ്പോഴും ആ കുട്ടികൾ കളിയാക്കൽ അനുഭവിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ പറയുന്ന മുഴുവൻ അതിനെ കളിയാക്കുകയല്ലേ ചെയ്യുന്നത്. അതിനുള്ള വളം നമ്മൾ തന്നെ ഇട്ട് വെക്കുകയല്ലേ ചെയ്യുന്നത്. അല്ല, നിങ്ങളല്ലേ കുഞ്ഞിനെ കളിയാക്കിയത്? അതിപ്പോൾ നമ്മുടെ മണ്ടക്കോട്ട് എടുത്തിരുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബറിൻ്റെ മണ്ടക്കോട്ട് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണ്? ആര് കളിയാക്കുന്നു? നിങ്ങളാണ് ഇതിനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തത്. അതല്ലേ ഇവിടെ സംഭവിച്ചത്. നിങ്ങളത് നേരെ പ്ലേറ്റ് തിരിച്ച് മറ്റുള്ളവരുടെ മണ്ടയ്ക്കോട്ട് ഇട്ട് കൊടുക്കുന്നതെന്ന് പറയുമ്പം അത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ലല്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളാണ് കുഞ്ഞിന് ഈ ഒരു പേരിട്ടത്, നിങ്ങളാണ് കുഞ്ഞിനെ കളിയാക്കുന്നത്, അല്ലാതെ നമ്മളല്ല. അത് നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങളത് നേരെ തിരിച്ച് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മണ്ടയിലോട്ടും അതോടൊപ്പം തന്നെ വിമർശിക്കുന്നവരുടെ മണ്ടയിലേക്കും കൊണ്ടിടാതെ സത്യം എന്താണ്? നിങ്ങൾ തന്നെ ആ കൊച്ചിനെ കളിയാക്കി എന്നുള്ളത് തന്നെയാണ്. അത് സത്യമാണ്. അപ്പോൾ ഈ കളിയാക്കൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ മാറേണ്ട സമയം കഴിഞ്ഞില്ലേ? എന്തിനാണ് ഒരാളെ കളിയാക്കേണ്ട കാര്യം? പിന്നെ നാളെ എൻ്റെ കുട്ടി ഓം പരമാത്മ സ്കൂളിൽ ചെല്ലുമ്പോൾ അവനെ ആ പേരിൽ ഒരാൾ കളിയാക്കുന്നെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലായിരിക്കും ഞാൻ എൻ്റെ കുട്ടിയെ വളർത്തുന്നത്. മോനെ, ഓം പരമാത്മ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിന് ഇന്ന പവറൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ ഈ പേര് എനിക്ക് ഇട്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാലും ഒരു പീരീഡ് എത്തി ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല, വന്ന് പറയണം അച്ഛാ ഇതൊരുമാതിരി പേരായിപ്പോയി, എനിക്ക് എൻ്റെ പേര് മാറ്റണം, ഞാൻ പേര് മാറ്റുക എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഒരു പേര് സജഷൻ തന്നാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഇൻഫർമേഷൻ കറക്റ്റ് ആണെങ്കിൽ ഒരു 15 വയസ്സ്, അതായത് SSLC സർട്ടിഫിക്കറ്റിൽ പേര് വരുന്നതിന് തൊട്ട് മുന്നേ ആണെങ്കിൽ ജസ്റ്റ് നമ്മുടെ സ്കൂളിലെ ഒരു ലെറ്റർ ഇത് മതി പേര് മാറാം. 24 മണിക്കൂറിൽ പേര് മാറ്റാൻ പറ്റും. അപ്പോൾ അതൊന്നും ഒരു വിഷയമേ അല്ല. അന്നേരം ഞാൻ വാശി പിടിക്കത്തില്ല ഒരിക്കലും. അത് മാറ്റത്തില്ല, ഞാൻ ഇട്ട പേരാണ്, നീ മാറ്റരുത്, അങ്ങനെ പറയുന്ന ഒരു അച്ഛനെ ആയിരിക്കത്തില്ല ഞാൻ. അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങളിത് വയസ്സാകുമ്പോൾ കൊച്ചു പറയുക കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ മാറ്റും എന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ആ തീരുമാനമൊക്കെ ഓക്കെയാണ്. പക്ഷെങ്കിൽ അത് നിങ്ങൾ ഇടുമ്പോഴേ നിങ്ങളൊന്ന് ആലോചിക്കണമായിരുന്നു. ഇത് കൊച്ചിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങളത് ഇടത്തില്ലായിരുന്നു. പിന്നെ ഇത് കൂടുതൽ അങ്ങോട്ട് കൊണ്ടുപോകാതെ ഇപ്പം തന്നെ ആ പേര് മാറ്റുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അത് തന്നെയാണ് നല്ലത്. അല്ലാതെ ഇപ്പോഴേ കൊണ്ടുപോയി കൊച്ചിനിങ്ങനെ ഒരു പേരിട്ട് കൊടുത്ത് അതിൻ്റെ ആവശ്യമില്ല. പിന്നൊരു കാര്യമുണ്ട്, ഈ പേര് എല്ലാവരും അറിഞ്ഞു, സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായി. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിൻ്റെ പേര് എല്ലാവർക്കും അറിയാം. ഓം പരമാത്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആർക്കും ഇല്ല ഇങ്ങനത്തെ ഒരു പേര്. അതുകൊണ്ട് തന്നെ ഇത് വിജയ് മാധവൻ്റെയും അതോടൊപ്പം ദേവിക നമ്പ്യാറിൻ്റെയും മകളാണെന്ന് എല്ലാവരും പറയും, അത് ഉറപ്പാണ്. പക്ഷേങ്കിൽ കുഞ്ഞിന് അത് എത്രമാത്രം ഇതുണ്ടാക്കുമെന്നുള്ള കാര്യമൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. വർഷം കഴിഞ്ഞിട്ട് കുട്ടീനെ സ്കൂളിൽ നിന്ന് കളിയാക്കും എന്ന് പറഞ്ഞിട്ട് പറയുന്നതിൻ്റെക്കാളും 100% ജനിച്ചു വീണ് 2 ആഴ്ച പോലും ആവാത്ത കുട്ടീനെയാണ് ബുള്ളിങ് ചെയ്യുന്നത്. അത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് പുരുഷന്മാരെക്കാളും ഏറ്റവും കൂടുതൽ വൃത്തികെട്ട കമന്റ്സ് എന്ന സ്ത്രീകളായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, താങ്കൾ അതൊന്നും പറയണ്ട, കാരണം അത് അവർക്ക് ചിലപ്പം പെട്ടെന്ന് കേട്ട സമ്മതിച്ചു, ഒരു കുട്ടിയല്ലേ. ഞാൻ അതിലെനിക്ക് ഭയങ്കരമായിട്ട് തകർന്ന 2 ഇതുണ്ട്. നമുക്ക് എന്താ ഓ എന്ന് പറഞ്ഞ വാക്ക് വരില്ലേ? നമ്മൾ മലയാളത്തിൽ ഓ പഠിച്ചു. അല്ല, എവിടെയാ കുട്ടികളെ സൈബർ ബുള്ളിങ് ചെയ്തത്? ഇവിടെ എവിടെയും കുട്ടികളെ സൈബർ ബുള്ളിങ് ചെയ്തിട്ടില്ല. ഇവരുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരിടത്ത് പോലും സൈബർ ബുള്ളിങ് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. കുഞ്ഞുങ്ങളെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ആരാണ് കുഞ്ഞുങ്ങളെ പറയുന്നത്? അങ്ങനെ കുഞ്ഞുങ്ങളെ പറയുന്നവനാണെങ്കിൽ അവൻ സൈക്കോയാണോ? പ്രത്യേകിച്ച് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടിരിക്കുന്ന എല്ലാ സ്ത്രീകളാണെന്ന് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അവരൊരിക്കൽ കുഞ്ഞുങ്ങളെയല്ല കുറ്റം പറഞ്ഞത്, നിങ്ങളെയാണ്. അല്ലാതെ അതല്ല നിങ്ങൾ കൊണ്ടുപോയി പ്ലേറ്റ് തിരിച്ച് നിങ്ങളുടെ കുഞ്ഞിനെയാണ് പറഞ്ഞു എന്ന രീതിയിൽ ഈ പറയുന്നത് വളരെ മോശമല്ലേ? ഒരിക്കലും കുഞ്ഞിനെ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ കമൻറ്റ് ബോക്സ് ഒന്നുകൂടെ കുത്തിയിരുന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. കുഞ്ഞിനെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഊമ്പര അതൊരു കുട്ടിയല്ലേ, പെൺകുട്ടി ആൺകുട്ടി അതൊക്കെ വേറെ. പക്ഷെ കുട്ടീനെ ജനിച്ചു വീണ കുട്ടീനെ കളിയാക്കി വിളിക്കുന്നത് ഊമ്പര എന്ന് വിളിക്കും സ്കൂളിൽ നിന്ന്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഒരു കോളേജ് കാലഘട്ടമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റും ഇല്ല, ഇനിയൊന്നും ഓം പരമാത്മ സമാധിയായി. ശരി, ഞാനൊരു അമ്മയാണ്, പക്ഷെ ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിക്ക് 2 ആഴ്ചയും പോലും ആവാത്ത കുട്ടീനെ 12 വർഷം കഴിഞ്ഞിട്ട് അവര് ഇങ്ങനത്തെയൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കടം. ആൾക്കാർ അങ്ങനെ പലതും പറയും. നമ്മളിതിൽ നിൽക്കുന്നതല്ലേ, അതെ. വീഡിയോ ചെയ്യുന്നതല്ലേ. ഇനി നമ്മൾ വീഡിയോ ചെയ്യുന്നത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. നമുക്കിതൊന്നും ബാധകമല്ല കേട്ടോ. പറഞ്ഞു മനസ്സിലായില്ലേ? ഇതൊന്നും അടിമകളല്ല. ഈ മറ്റേ പൈസ എന്താണ്, ഇതിൽ നിന്ന് എത്രയോ വീഡിയോകൾ ഞാൻ പറഞ്ഞു, ഇതിൽ നിന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള പൈസ ഒന്നും കിട്ടുന്നില്ല. ഈ വീഡിയോയ്ക്കകത്ത് ഉടനീളം ഇവർ പറയുന്നത് ഇവരുടെ കുഞ്ഞുങ്ങളെ സൈബർ ബുള്ളിങ് ചെയ്തു എന്നാണ്. ഒരിക്കലും ഇല്ല, ഒരിക്കലും ചെയ്തിട്ടില്ല. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ നോക്കിയപ്പോഴൊന്നും അതിൻ്റെ അകത്തൊന്നും അങ്ങനെ ഒരു ബുള്ളിങ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവർ കുറ്റപ്പെടുത്തുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു പേര് ഇടുന്നതിന് മുമ്പ് ആലോചിക്കരുത് അതിനുള്ള ചർച്ചകൾ അതിൻ്റെ അകത്തുണ്ട്. അല്ലാതെ നിങ്ങളുടെ കുഞ്ഞിനെ ഒരിക്കലും അവരാരും കുറ്റം പറയുന്നില്ല. അവർ പറയുന്നത് ഇങ്ങനത്തെ ഒരു പേര് കൊണ്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ കുഞ്ഞിന് നേരിടാൻ പോകുന്ന കാര്യങ്ങൾ അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അത് നിങ്ങളോടാണ് പറയുന്നത്, അല്ലാതെ കുഞ്ഞിനെ അല്ല. അതും മനസ്സിലാക്കാൻ നിങ്ങൾ ഇത്ര വലിയ ഫേമസ് ആയിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് പോലും മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഒരു പേര് മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം കുഞ്ഞിന് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ കുഞ്ഞിന് തന്നെ തോന്നും ഇതെന്തൊരു പേരാണെന്നുള്ളത്, അല്ലേ? എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.